നമസ്കാരം, സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ കുറച്ചകലെയുള്ള ലോകപ്രശസ്തമായ കുത്തബ് മീനാർ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കുത്തബ് മീനാറിൻ്റെ ആ പ്രസിദ്ധമായ കുത്തബ് മീനാറിൻ്റെ കാഴ്ചകളാണ് കാണുക. കുത്തബ് മീനാർ എന്ന ചരിത്ര പറഞ്ഞു കേട്ട, ചിത്രങ്ങളിൽ കണ്ട, പല വീഡിയോകളിൽ കണ്ട ഇതിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പോഴാണ് ഇതിൻ്റെ ഭീമാകാരത്വം നമുക്ക് മനസ്സിലാവുന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ ശവകുടീരവും ആ ഇരുമ്പ് സ്തംഭത്തിൻ്റെ കാഴ്ചകളും കണ്ടതിന് ശേഷം അടുത്തമായ ഇടിമിന്നലിൽ കുത്തബ് മീനാർ ഏകദേശം പകുതിയോളം തകർന്നു പോയിരുന്നു. ഡൽഹിയിൽ വന്നാൽ കുത്തബ് മീനാർ കാണാൻ എങ്ങനെയാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതുപോലെ കുത്തബ് മീനാർ കൂടാതെ അതിമനോഹരമായ കാഴ്ചകൾ കൂടിയുണ്ട് ഇവിടെ. അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ വീഡിയോയാണ്. ന്യൂദില്ലിയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്ററോളമാണ് ഈ കുത്തബ് മീനാറിലേക്ക് ഉള്ള ദൂരം. ഏറ്റവും നല്ല ഒറ്റയ്ക്കോ 2 3 പേരൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് ഡൽഹി മെട്രോ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതാണ്. മെട്രോ വഴിയാണ് നമ്മൾ കുത്തബ് മീനാർ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്. ന്യൂഡൽഹി സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ നിന്നും മഞ്ഞ ലൈനിൽ യാത്ര ചെയ്ത് നമ്മൾ കുത്തബ് മീനാർ എന്ന മെട്രോ സ്റ്റേഷനിൽ എത്തിച്ചേരും. കുത്തബ് മീനാർ മെട്രോ സ്റ്റേഷൻ ഡൽഹിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാറി മെഹ്റോളി എന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഇത്. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെ നിന്നും ഏകദേശം 2 കിലോമീറ്ററാണ് കുത്തബ് മീനാർ കോംപ്ലക്സിലേക്കുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു ഓട്ടോറിക്ഷയ്ക്കാണ് പോവേണ്ടത്. ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നത് ഇപ്പോൾ കുത്തബ് മീനാറിൻ്റെ അടുത്തേക്ക് ഒരു ഓട്ടോറിക്ഷ കയറിയിരിക്കുകയാണ്. നമ്മളെ മാത്രം കൊണ്ടുപോകണമെങ്കിൽ 50 രൂപയാണ് പറയുന്നത്. മറ്റ് ഷെയറിട്ട് ആളുകളും ഉണ്ടെങ്കിൽ 20 രൂപയ്ക്ക് പോവാം. കുത്തബ് മീനാർ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും ഒറ്റയ്ക്കായി നമുക്ക് പോകണമെങ്കിൽ 50 രൂപയ്ക്ക് പോവാം. ഷെയർ ഓട്ടോയായിട്ട് 3 പേരും കൂടെ കയറുവാണെങ്കിൽ ഒരാൾക്ക് 20 രൂപ. അപ്പോൾ ആൾ വരുമെന്ന് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. വരുവാണെങ്കിൽ 20 രൂപ കൊടുത്താൽ മതിയല്ലോ. എന്ത് ചെയ്യാം, എനിക്ക് ഷെയറുകാരെ ഒന്നും തന്നെ കിട്ടിയില്ല. കുറച്ചു നേരം കാത്തു നിന്നതിന് ശേഷം എന്തായാലും വേണ്ടില്ല 50 രൂപ കൊടുത്ത് ഞാൻ കുത്തബ് മീനാർ കാണാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ കടന്നു വന്ന മെട്രോയുടെ ലൈനുകളാണ് മുകളിലൂടെ പോകുന്നത്. ഗുരുഗ്രാം എന്ന വലിയ നഗരത്തിലേക്ക് പോകുന്ന ഹൈവേയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. വലിയ ഹൈവേ, 4 വരി പാതയിലൂടെ നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ കുതിച്ചു പായുകയാണ്. 50 രൂപ കൊടുത്താലും നഷ്ടമൊന്നുമില്ല. കുത്തബ് മീനാറിൻ്റെ ബോർഡെല്ലാം അവിടെ കാണാം. അങ്ങനെ കുത്തബ് മീനാർ ലക്ഷ്യമാക്കി പോകുമ്പോൾ ദൂരെ കുത്തബ് മീനാറിൻ്റെ മിനാരമങ്ങ് ഉയർന്ന് കാണുന്നത് അകലെ നിന്നേ കാണാം. ഇതാ നമ്മൾ കുത്തബ് മീനാർ എന്ന ചരിത്ര ശേഷിപ്പിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. കുത്തബ് മീനാർ. ഇനി കുത്തബ് മീനാർ കാണുവാനുള്ള ടിക്കറ്റ് എടുക്കാനാണ് പോകുന്നത്. 40 രൂപ കൊടുത്ത് ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ വലിയ ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ സൂക്ഷിക്കാം. അതിനുശേഷം ഇങ്ങനെ ഒരു കോയിൻ പോലത്തെ ഒരു സാധനമാണ് നമുക്ക് ടിക്കറ്റായി ലഭിക്കുക. ഇനി നമ്മൾ കുത്തബ് മീനാർ കാണുന്നതിന് വേണ്ടി പ്രധാന ഗേറ്റിലേക്ക് നടക്കുകയാണ്. ഈ വഴിയാണ് കുത്തബ് മീനാർ കാണുന്നതിന് വേണ്ടി ടൂറിസ്റ്റുകൾ പോകേണ്ടത്. ചെറിയ തിരക്കൊക്കെയുണ്ട്. ഇവിടെ കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമേ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. മെറ്റൽ ഡിറ്റക്ടറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടവും കടന്ന് നമ്മൾ ഇനി കുത്തബ് മീനാർ കോംപ്ലക്സിലേക്കാണ് കടക്കുന്നത്. ഞാൻ രാവിലെ തന്നെയാണ് കുത്തബ് മീനാർ കാണുവാൻ വേണ്ടി വന്നത്.
അങ്ങനെ കുത്തബ് മീനാർ എന്ന ആ മഹാ അത്ഭുതമതാ ദൂരെ കാണുന്നു. ഇനി അതിൻ്റെ അടുത്തേക്കുള്ള നടത്തമാണ്. ഗംഭീരമായ, പറഞ്ഞു കേട്ട, ചിത്രങ്ങളിൽ കണ്ട, പല വീഡിയോകളിൽ കണ്ട ആ കുത്തബ് മീനാർ എന്ന മഹാഗോപുരം എൻ്റെ മുന്നിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. സുന്ദരമായ ആ കാഴ്ചകളിലേക്ക് പോകാം. ഇനി നമ്മൾ കുത്തബ് മീനാറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പരിസരമെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് തൊഴിലാളികൾ കർമ്മോത്സുകരായി എപ്പോഴും തന്നെ ഇവിടെ കാണാം. അങ്ങനെ കുത്തബ് മീനാറിൻ്റെ ഓരോ ചുവടും അടുത്തേക്ക് വരുമ്പോൾ ഇത് വലിയ ഒരു നിർമ്മിതിയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഗംഭീരമായ നിർമ്മിതി. ധാരാളം ആളുകൾ ഫോട്ടോ എടുക്കുന്നു. 1199 കുത്തബ്ദീൻ ഐബക്കാണ് ഈ കുത്തബ് മീനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ 1220 അദ്ദേഹത്തിൻ്റെ മരുമകനായ ഇൽത്തുമിഷാണ് ഇത് പൂർത്തീകരിച്ചത് എന്ന് കരുതപ്പെടുന്നു. അങ്ങനെ കുത്തബ് മീനാറിൻ്റെ തൊട്ടടുത്തേക്ക് പോകുമ്പോൾ വീൽ ചെയറിലൂടെയൊക്കെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. ദൂരെ നിന്നും നമ്മൾ ചിത്രങ്ങളിൽ നിന്നുമൊക്കെ കാണുമ്പോൾ ഇതൊരു വടി പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു ഗോപുരമായിട്ടാണ് നമുക്ക് തോന്നാറ്. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പോഴാണ് ഇതിൻ്റെ ഭീമാകാരത്വം നമുക്ക് മനസ്സിലാവുന്നത്. ഏകദേശം 80 മീറ്ററോളം ആണ് ഈ കുത്തബ് മീനാറിൻ്റെ ഉയരം. ഇതിൻ്റെ ചുവട് ഭാഗം നോക്കൂ. വലിയ ഒരു പ്രദേശം മുഴുവൻ ഇതിൻ്റെ ചുവട് ഭാഗമാണ്. ഇഷ്ടിക കൊണ്ട് പൂർത്തീകരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഗോപുരമാണ് കുത്തബ് മീനാർ. ഇതിൻ്റെ തൊട്ടടുത്തേക്ക് വരുമ്പോൾ ഇവിടെ പല ലിഖിതങ്ങളുമൊക്കെ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. ഇതിൻ്റെ തൊട്ടടുത്തായി തന്നെ അലൈ ദർവാസ എന്നൊരു വലിയ കവാടം കൂടിയുണ്ട് കാണുവാനായിട്ട്. അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഈ കുത്തബ് സമുച്ചയത്തിൽ. അലാവുദ്ദീൻ ഖിൽജി 1311 പണി കഴിപ്പിച്ച ഒരു കവാടമാണ് അലൈ ദർവാസ. അലൈ ദർവാസയും കടന്ന് മുമ്പോട്ട് കടക്കുമ്പോൾ അവിടെ ഒരു ശവകുടീരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇമാൻ സമീൻ. കുത്തബ് കോംപ്ലക്സിൻ്റെ പരിസരങ്ങളിലൂടെയാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലമാണ് ഈ കുത്തബ് മീനാറും അതിൻ്റെ പരിസരത്തുള്ള പുരാതന അവശിഷ്ടങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് നടക്കുകയാണ്. നടക്കുമ്പോൾ കല്ലിലിങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നു ഖിൽജീസ് തോമ്പ്, ഖിൽജീസ് മദ്രസ. അലാവുദ്ദീൻ ഖിൽജിയുടെ ശവകുടീരവും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മദ്രസയുടെ അവശിഷ്ടങ്ങളുമാണ് ഇവിടെയുള്ളത്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഈ കല്ലുകൾ ഒക്കെയാണ് അവശേഷിച്ചിരിക്കുന്നത്. ഇതാണ് ഖിൽജിയുടെ പ്രസിദ്ധമായിട്ടുള്ള, നമ്മൾ സാമൂഹ ശാസ്ത്രത്തിലൊക്കെ പഠിച്ചിരിക്കുന്ന മദ്രസ കെട്ടിടത്തിൻ്റെ ഇപ്പോഴത്തെ കാഴ്ച. കൂടാതെ അലാവുദ്ദീൻ ഖിൽജിയുടെ ശവകുടീരവും ഇവിടെ കാണാം. നമ്മൾ സ്കൂളുകളിൽ സാമൂഹ്യ ശാസ്ത്രങ്ങളിലൊക്കെ പഠിച്ച അലാവുദ്ദീൻ ഖിൽജിയുടെ ശവകുടീരം ഇതാണ്. അങ്ങനെ നിരവധി ആളുകളുടെ, രാജാക്കന്മാരുടെ ഖബറിടങ്ങൾ ഇവിടെ കാണാം. അങ്ങ് ദൂരെ കുത്തബ് മീനാറിൻ്റെ കാഴ്ചയ്ക്കൊപ്പം ഞാൻ ഈ കുത്തബ് കോംപ്ലക്സുകളിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയാണ് ഇതിപ്പോൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തബ് മീനാറും ഈ കോംപ്ലക്സുമെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. മറ്റൊരു രാജാവിൻ്റെ ഖബറിടമാണ് ഈ കാണുന്നത്. അങ്ങനെ ഇതിലൂടെ എത്ര നടന്നു കഴിഞ്ഞാലും കണ്ടു തീരാനാവാത്തത്ര ചരിത്ര സ്മാരകങ്ങളാണ്, നിർമ്മിതികളാണ് ഈ കുത്തബ് കോംപ്ലക്സിലുള്ളത്. കുത്തബ് മീനാറും കോംപ്ലക്സും ഒക്കെ കാണുന്നതിന് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു 2 മണിക്കൂറെങ്കിലും ഇവിടെ ചിലവഴിക്കുന്ന രീതിയിൽ തന്നെ വരണം. ഗംഭീരമായ അവസ്ഥയാണിത്. ഒരു കാലത്ത് ഭാരതത്തെ അടക്കി വാണിരുന്ന
മുഗൾ രാജവംശങ്ങളുടെ ശേഷിപ്പുകളാണ് ഈ കുത്തബ് മീനാറും അതിൻ്റെ ചുറ്റുവട്ടത്തുമൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കല്ലറകൾ, അതുപോലെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവരുടെ കൊട്ടാരങ്ങൾ, പിന്നെ ഇന്നും ഒരു കേടും കൂടാതെ നിൽക്കുന്ന കുത്തബ് മീനാർ എന്ന മഹാ അത്ഭുതം, ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൽത്തുമിഷിൻ്റെ ശവകുടീരമാണ്. ഇൽത്തുമിഷിൻ്റെ ശവകുടീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖബറിടം പണി പൂർത്തീകരിച്ച് വെച്ചതാണ്. അദ്ദേഹം ഈ പണി പൂർത്തീകരിച്ച് ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമാണ് മരണപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തെ ഇവിടെ അടക്കം ചെയ്യുകയായിരുന്നു. ഇതാണ് ഇൽത്തുമിഷിൻ്റെ ശവകുടീരം. മറ്റ് ശവകുടീരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ ഭംഗിയായി ഇപ്പോഴും പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ശവകുടീരത്തിൻ്റെ പ്രത്യേകത. ഇൽത്തുമിഷിൻ്റെ ശവകുടീരവും കഴിഞ്ഞ് പിന്നെ നമ്മൾ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇതാണ് അലൈ മിനാർ. അതായത് കുത്തബ് മിനാർ എന്ന വലിയ ഗോപുരം കണ്ട് അതുപോലൊരെണ്ണം തനിക്കുമുണ്ടാക്കണമെന്ന് വിചാരിച്ച് അലാവുദ്ദീൻ ഖിൽജി തുടക്കമിട്ടതാണ് ഈ അലൈ മിനാർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ അലൈ മിനാർ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം 24 മീറ്റർ മാത്രമാണ് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റ് വളരെ ഗംഭീരമായ ഒരു കാഴ്ചയാണ്. ഈ കുത്തബ് കോംപ്ലക്സിലുള്ള ലോകം മുഴുവൻ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇരുമ്പ് സ്തംഭം. നമ്മൾ സ്കൂളുകളിലെല്ലാം ഈ ഇരുമ്പ് സ്തംഭത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ ന്യൂഡൽഹി സ്ഥിതി ചെയ്യുന്ന ഈ ഇരുമ്പ് സ്തംഭം ഈ കുത്തബ് കോംപ്ലക്സിലാണ് ഉള്ളത്. AD 300കളിൽ സ്ഥാപിച്ചതാണ് ഈ ഇരുമ്പ് സ്തംഭം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ കാലത്ത് ആണ് ഈ ഇരുമ്പ് സ്തംഭം നിർമ്മിക്കപ്പെട്ടത്. 6 ടൺ ഭാരമുള്ള ഈ ഇരുമ്പ് തൂണ് ഇന്നും ശാസ്ത്രജ്ഞന്മാർക്ക് വളരെ അത്ഭുതമായി നിലകൊള്ളുകയാണ്. നിരന്തരമായ വെയിലും മഴയും ഒക്കെ കൊണ്ടിട്ടും ഈ ഇരുമ്പ് സ്തംഭം ഇന്നും തുരുമ്പെടുക്കാതെ നിൽക്കുന്നത് ഒരു അത്ഭുതത്തോടു കൂടിയാണ് ലോകം കാണുന്നത്. ആ ഇരുമ്പ് സ്തംഭത്തിൻ്റെ കാഴ്ചകളും കണ്ടതിന് ശേഷം അടുത്ത കാഴ്ചകളിലേക്ക് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും കുത്തബ് മീനാറിൻ്റെ അടുത്തെത്തി. 1368 ശക്തമായ ഇടിമിന്നലിൽ കുത്തബ് മീനാർ ഏകദേശം പകുതിയോളം തകർന്നു പോയിരുന്നു. പിന്നീട് അതിൻ്റെ ഭാഗങ്ങൾ വീണ്ടും പണിത് ഉയർത്തുകയായിരുന്നു. കുത്തബ് മീനാറിൻ്റെ തൊട്ടടുത്തേക്ക് വീണ്ടും എത്തി. ഇതിൻ്റെ അടിഭാഗം ഏതാണ്ട് വലിയൊരു വീടിനേക്കാൾ വലിപ്പമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പടികളിൽ കൂടി അകത്തേക്ക് കയറി പോകുവാനും സാധിക്കും. എന്നാൽ ഇപ്പോൾ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെയുള്ള സമയങ്ങളിൽ വന്നവർ ഇതിലൂടെ കയറിയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. കൂടാതെ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച, 100 കണക്കിന് ശവകുടീരങ്ങളാണ് ഈ കുത്തബ് കോംപ്ലക്സിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അറിയാത്തതും അറിയുന്നതുമായ നിരവധി സ്മാരകങ്ങൾ, 100 കണക്കിന് ശവകുടീരങ്ങൾ, മറ്റ് വ്യത്യസ്തമായ രീതിയിലുള്ള പുരാതന നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ എല്ലാം കൊണ്ടും ഈ കുത്തബ് കോംപ്ലക്സ് കാഴ്ചക്കാർക്ക് ഒരു ഗംഭീരമായ അനുഭവം തന്നെയാണ്. കുത്തബ് മീനാറിലെ ഈ കോംപ്ലക്സിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് തീർക്കുകയാണ്. സ്ഥലങ്ങളൊക്കെ മനോഹരമാക്കി ഇട്ടിരിക്കുന്നു. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് കുത്തബ് മീനാർ കോംപ്ലക്സിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. കാലഘട്ടത്തിൻ്റെ നിർമ്മിതികളിലൊന്നായ കുത്തബ് മീനാറും അതിനോടനുബന്ധിച്ചുള്ള നിരവധി ചരിത്ര സ്മാരകങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജ്
ഫോളോ ചെയ്യണം. അതുപോലെ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം.